നമസ്കാരം. മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കിവാണ നടനായിരുന്നു ദിലീപ്. ദിലീപിനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ. പക്ഷേ നടന്റെ അസ്തമനം ഉണ്ടാവുന്നത് നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെയാണ്. സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു. താരത്തിന് കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നു. കേരളക്കരയെ ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒരു കേസായി മാറി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. കഴിഞ്ഞ ദിവസമാണ് കേസിന്റെ വിധി വന്നത്. അതോടുകൂടി ജനങ്ങൾ വീണ്ടും ഞെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. 8.5 വർഷത്തോളം നീണ്ടുനിന്ന കേസിൽ കഴിഞ്ഞ ദിവസം ദിലീപ് രക്ഷപ്പെട്ടു, കുറ്റവിമുക്തനായി. വിധി കേട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുകയുണ്ടായി. തന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യരെ ഉന്നം വെച്ച് പ്രതികരിക്കുകയുണ്ടായി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് പലരും പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഒന്നാം പ്രതി പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസ് പറഞ്ഞത്. ദിലീപിന്റെ അഭിഭാഷകനായ രാമൻ പിള്ള പറഞ്ഞെന്ന് പറഞ്ഞ് തന്നെ ഒരാൾ വിളിക്കുകയും മൊഴി മാറ്റാൻ പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ അടങ്ങിയ ഓഡിയോ റെക്കോർഡ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ദിലീപിന് ശിക്ഷ ലഭിച്ചില്ലെന്നത് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും ജിൻസ് പറഞ്ഞു. ഒരു പരിധിവരെ പ്രതീക്ഷിച്ചതാണ് ഈ വിധി. കാരണം കോടതിയിൽ മുമ്പ് വിസ്താരത്തിന്റെ വേളയിലൊക്കെ നേരിട്ട് അനുഭവം വെച്ചിട്ട് ഇതിൽ മറിച്ചൊരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് അതിന്റെ വഴിക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ ഓഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ തെളിവായിട്ട് അവിടെ കോടതിയിൽ ഇരിക്കുന്നുണ്ട്. അത് കോടതിയിൽ വെച്ച് പ്ലേ ചെയ്തിട്ടുണ്ട്. പ്ലേ ചെയ്ത അത്രയും കാര്യങ്ങൾ കോടതിക്കും കോടതിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും എല്ലാവർക്കും കറക്റ്റായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളത് അരിഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. തനിക്കെതിരെ ജയിലിൽ വെച്ച് ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം നടൻ തെളിയിക്കട്ടെ. അതിനെതിരെ എന്തെല്ലാം അന്വേഷണങ്ങൾ നേരിടേണ്ടി വന്നാലും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. രാമപിള്ള വക്കീൽ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ഒരു നാസർ എന്നെ അന്ന് വിളിച്ചിരുന്നു. 25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയും ജിൻസിന് വാങ്ങിത്തരാമെന്നായിരുന്നു വാഗ്ദാനം. ദിലീപിന് ഇതിൽ യാതൊരു പങ്കുമില്ല. സുനി ദിലീപിനെതിരെ തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് മൊഴി മാറ്റാനാണ് എന്നോട് പറഞ്ഞു. ഞാൻ കോടതിയിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്വാക്യത്തിന്റെ പുറത്താണ് ഈ കോടതിയുടെ നടപടികളൊക്കെ പോകുന്നത്. അപ്പോൾ 1000 കുറ്റവാളികളിൽ ഈ പറഞ്ഞ വ്യക്തിയുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തെളിവിന്റെ അഭാവത്തിലാണോ അതോ കൃത്യമായിട്ട് പ്രോസിക്യൂഷനോ പോലീസിനോ അത് ബോധിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ അത് ബോധിപ്പിച്ചതിന് ശേഷവും മനഃപൂർവ്വം അത്തരം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മേൽക്കോടതികൾ പരിശോധിക്കട്ടെ. നാളെ ഇതുവരെ എടുത്ത അതേ സ്റ്റാൻഡ് തന്നെ തുടർന്നുണ്ടാകും. അതേസമയം 7 വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിന്നും നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് കോടതി വിധി പറഞ്ഞത്. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ദിലീപിനെ വെറുതെ വിടുകയാണെന്നാണ് കോടതി വിധിച്ചത്. വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇതാ നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് നടൻ. തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ദിലീപ് അറിയിച്ചത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനി അടക്കം 7 പേർ മാത്രമാണ് അറസ്റ്റിലായത്. പിന്നീടാണ് ഗൂഢാലോചന കേസിൽ ദിലീപ് പിടിയിലാകുന്നത്. പൾസർ സുനി തന്നെ കുടുക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് പോലീസിന് പരാതി നൽകിയിരുന്നു. ദിലീപിനെ അഭിസംബോധന ചെയ്ത് ജയിലിൽ നിന്നും സുനി അയച്ച കത്തുമായാണ് നടൻ പോലീസിൽ പരാതി നൽകിയത്. ഈ കത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് 85 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമാണ് നടന് ജാമ്യം ലഭിച്ചത്. ഇപ്പോൾ കേസിൽ നിന്നും കുറ്റമുക്തനായതോടെ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്ന ആരോപണമാണ് ദിലീപ് ഉയർത്തുന്നത്. തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യരെയും പോലീസിനെയും ലക്ഷ്യം വെച്ചായിരുന്നു നടന്റെ ആദ്യ പ്രതികരണം. മഞ്ജുവിന്റെ വാക്കുകളോടെയാണ് തനിക്കെതിരെ അന്വേഷണം നീണ്ടുന്നതെന്ന് കോടതിക്ക് മുന്നിൽ വെച്ച് ദിലീപ് പറഞ്ഞു. മഞ്ജുവിന്റെ വാക്കുകളോടെയാണ് തനിക്കെതിരെ അന്വേഷണം നീണ്ടതെന്ന് കോടതിക്ക് മുന്നിൽ വെച്ച് ദിലീപ് പറഞ്ഞു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവർക്കൊപ്പമുള്ള ചില പോലീസുകാരും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നും ദിലീപ് തുറന്നടിച്ചു. ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണ പ്രഖ്യാപിക്കാനായി സിനിമാ സംഘടനകൾ വിളിച്ചു ചേർത്ത ഐക്യദാർഢ്യ സദസ്സിൽ വെച്ച് ഈ കേസിൽ വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന ഉള്ളതായി സംശയിക്കുന്നുവെന്ന് നടി മഞ്ജു പറഞ്ഞിരുന്നു. ഇതാണ് ദിലീപ് പരാമർശിച്ചത്. അതേസമയം ഇനി തനിക്കെതിരായി ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമ നടപടിയിലൂടെ നീങ്ങാനാണ് ദിലീപിന്റെയും നീക്കം. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതിജീവിതയുമായി തനിക്ക് ഉണ്ടായിരുന്നത് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ദിലീപ് പറയുന്നു. വിധിയുടെ പകർപ്പ് ലഭിച്ച ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ദിലീപ് വ്യക്തമാക്കി. എന്തായാലും നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിയമ പോരാട്ടം ഇവിടെ അവസാനിച്ചേക്കില്ല. സെഷൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. അതിജീവിതയ്ക്ക് തുടർന്നും എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. വിധിയിൽ ഇതുവരെയും അതിജീവിത പ്രതികരിച്ചിട്ടില്ല. മേൽക്കോടതിയിലും അവർ നിയമയുദ്ധം നടത്തുമെന്നാണ് വിലയിരുത്തലുകൾ. നടി കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി അടക്കം 6 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇവർക്കുള്ള ശിക്ഷ ഡിസംബർ 12-ന് പ്രഖ്യാപിക്കും. ഗൂഢാലോചന നടത്തിയത് ദിലീപ് അല്ലെങ്കിൽ ആര് എന്നതാണ് അതിജീവിതയെ അനുകൂലിക്കുന്നവരുടെ ചോദ്യം. വാഹനത്തിൽ കയറിയ ഉടനെ ഇത് തനിക്ക് ലഭിച്ച കൊട്ടേഷനാണെന്ന് സുനി പറഞ്ഞതായി അതിജീവിത പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.
നടി ആക്രമിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയെന്നതാണ് തനിക്ക് ലഭിച്ച കൊട്ടേഷനെന്നും സഹകരിച്ചില്ലെങ്കിൽ എറണാകുളത്തെ ഫ്ളാറ്റിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുമെന്നുമായിരുന്നു ആ ഭീഷണി. തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ എത്ര കോടി വേണമെങ്കിലും നൽകാമെന്ന് നടി അഭ്യർത്ഥിച്ചിരുന്നുവെന്നും അത് കേട്ടിരുന്നെങ്കിൽ താൻ അറസ്റ്റിലാകുമായിരുന്നില്ലെന്നും നേരത്തെ സുനി വെളിപ്പെടുത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയെ ദിലീപിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയതാണ് അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. കേസിനെ തുടക്കം മുതൽ പറഞ്ഞ് കേൾക്കുന്ന മാഡം ആരാണെന്നത് സംബന്ധിച്ച് അടക്കം ബാലചന്ദ്രകുമാർ നടത്തിയ തുറന്നു പറച്ചിലുകൾ വലിയ വിവാദമായിരുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നും അത് കാവ്യമാധവനാണെന്നുമുള്ള തരത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നിരുന്നു. നടി ആക്രമിച്ച കേസിന്റെ വിധി കഴിഞ്ഞ ദിവസം വന്നതോടെയാണ് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളും ഉയർത്തിയ ചോദ്യങ്ങളും വീണ്ടും ചർച്ചയാവുന്നത്. ഈ കേസിലെ മേഡത്തെക്കുറിച്ച് 2 വർഷം മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് നടി ആക്രമിക്കപ്പെടുന്നത്. 19ാം തീയതി പൾസർ സുനിയുടെ 2 സുഹൃത്തുക്കൾ മാവേലിക്കര പോയി അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനെ കാണുന്നു. അതിലൊരാൾ തമിഴനും ഒരാൾ മലയാളിയുമാണ്. പൾസർ സുനിക്ക് ജാമ്യം എടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ് പോയത്. അദ്ദേഹം പറഞ്ഞു ജാമ്യം കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എന്ന്, വേണമെങ്കിൽ കീഴടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കാശ് എന്തോ കൂടുതൽ ചോദിച്ചത് കൊണ്ടോ മറ്റോ ഇവരിൽ ഒരാൾ പറഞ്ഞു മാഡത്തിനോട് സംസാരിച്ചിട്ട് മറുപടി പറയാമെന്ന്. മാഡം ഉണ്ടാകുന്നത് 2017 ഫെബ്രുവരി 19-നാണ്. കാവ്യമാധവനാണ് എന്റെ മാഡം എന്ന് പൾസർ സുനി 2017 തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നു മുതൽ കാവ്യയ്ക്ക് മേൽ പോലീസിനും ജനങ്ങൾക്കും സംശയത്തിന്റെ നിഴലുമുണ്ട്. മാഡം കാവ്യാണോ എന്ന് തനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ കേസിൽ ഒരു സ്ത്രീ സാന്നിധ്യം ഉറപ്പായുമുണ്ട്. കാരണം ദിലീപ് അന്ന് സംസാരിക്കുമ്പോൾ താൻ റെക്കോർഡ് ചെയ്ത ഓഡിയോ ആയാലും ഫെനി ബാലകൃഷ്ണൻ 2017 കൊടുത്ത മൊഴി ആയാലും സുരാജ് എന്ന അളിയന്റെ ഓഡിയോയിൽ കാവ്യ കൊടുത്ത കൊട്ടേഷനാണെന്ന് പറയുന്നതായാലും പൾസർ സുനി പറഞ്ഞതായാലും ശരി, ഒരു സ്ത്രീ സാന്നിധ്യം ഈ കേസിന് പിന്നിലുണ്ട്. അത് കാവ്യയാണോ അല്ലയോ എന്നത് അന്വേഷണ സംഘം കണ്ടെത്തണം. ഇക്കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല എന്റെ മുന്നിൽ നിന്ന് ദിലീപ് പറഞ്ഞതാണ് മറ്റൊരു പെണ്ണിന് വേണ്ടിയാണ് എന്ന്. സ്വാഭാവികമായി അത് അയാളുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് വന്നതാണ്. എന്റെ മുന്നിൽ വെച്ച് അഭിനയിച്ചതൊന്നും അല്ലല്ലോ. അദ്ദേഹം സുഹൃത്തിനോട് ഇക്കാര്യം മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ പറയണമെങ്കിൽ അതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. ഒരാൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ മറ്റ് സാഹചര്യ തെളിവുകൾ കൂടി പോലീസ് കണ്ടെത്തുമ്പോൾ മനസ്സിലാകും ദിലീപിന് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന്. അല്ലെങ്കിൽ ദിലീപ് കൊടുത്ത കൊട്ടേഷനാണ് എന്ന് പോലീസ് വാദിക്കുന്നത്. തനിക്കത് പറയാനാകില്ല, പോലീസ് കണ്ടെത്തട്ടെ എന്നാണ് ബാലചന്ദ്രകുമാർ അന്ന് പറഞ്ഞത്.